കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യാത്രകൾ കടന്നു വരുന്നുണ്ടല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിക്കോട്ടെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. ആ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ആ ഒരു സൈഡിലാണ് കേട്ടോ. അവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അവിടെ കാണിച്ചു നോക്കി, നടപടിയായില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഏകദേശം 150 കിലോമീറ്ററോളം സഞ്ചരിച്ച് അഗർത്തലയിലെത്തിയിട്ടാണ്. അഗർത്തലയിലെത്തിയിട്ട് അവസാനം നമുക്ക് ഷോറൂമിൽ കയറ്റേണ്ടി വന്നത് സാംസങ്ങിൻ്റെ ഷോറൂമിൽ കയറ്റി ഏകദേശം നല്ല പൈസ കേട്ടാണ്. ആകെ ഒരു പീസ് ഉണ്ടാകുന്നുള്ളൂ, അങ്ങനെ റെഡിയാക്കേണ്ടി വന്നു. കാരണം ആ ഒരു സമയത്തിൽ എൻ്റെ ക്യാമറ വിൽക്കാമെന്ന് വെച്ചാൽ കയ്യിൽ പൈസയില്ല. കാരണം ആദ്യമായിട്ട് എടുത്ത ക്യാമറ കൊണ്ട് കൊടുക്കാനും മൈൻഡ് ഒന്നുമില്ല കേട്ടോ. അവസാനം അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ച് ഫണ്ട് സെറ്റാക്കി നമ്മൾ ഫോൺ റെഡിയാക്കിയിട്ട് ഏകദേശം 4-5 ദിവസമായിട്ട് നമ്മൾ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാനോ പോലും പറ്റിയില്ല. അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ ഫോൺ റെഡിയാക്കി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വന്നല്ലോ. അപ്പോൾ തിരിച്ച് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നമ്മൾ നടന്നു വന്നിട്ട് കുറേ ലിഫ്റ്റ് അടിച്ച് നോക്കി, നടപടിയായില്ല. വണ്ടിക്ക് വരാനാണെങ്കിൽ ഫണ്ടില്ല കേട്ടോ. അങ്ങനെ ആകെ ഇടങ്ങേറായിപ്പോയി. അവസാനം ഒരു വണ്ടി കിട്ടി. ആ വണ്ടി ഉദയ്പൂർ വരെ ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ ആ ട്രക്കാരൻ എന്നോട് പറഞ്ഞ് രാത്രി വണ്ടിയിൽ കിടന്നു. അങ്ങനെ രാവിലെ അവിടെ നിന്ന് എണീച്ച് നമ്മൾ ഒരു 5:30 ഇറങ്ങിയിട്ടാ. അങ്ങനെ അവിടെ നിന്ന് ലെഫ്റ്റൊക്കെ അടിച്ച് നമ്മൾ അമർപൂർ എത്തിയിട്ടാ. രാവിലെ ഫുഡ് കഴിക്കാനോ കാര്യങ്ങളോ പൈസ ഇല്ലാതെ പെട്ടിരിക്കുകയെന്ന്. അപ്പോഴേ ഇങ്ങനെയൊക്കെ ഒരു പുള്ളി എന്നെ പുറകിൽ നിന്ന് വിളിച്ച് ചായ കുടിക്കാമെന്ന് പറയാം. അങ്ങനെ പുള്ളി ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് എങ്ങാടൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി എനിക്ക് കുറേ ഫണ്ട് വന്ന് എന്നോട് പറഞ്ഞ്, കുറച്ച് ഫണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ ബസ്സിന് കയറിപ്പോക്ക് വന്നിട്ട് നീ സിം എടുത്തിട്ട് വന്നേ. കാരണം നമ്മൾ ആദ്യം ഒരു കാണിച്ചൊരു കടയിൽ അവിടെ എൻ്റെ സിമ്മും പിന്നെ സിമ്മിൻ്റെ ട്രേയും മിസ്സായിപ്പോയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, പക്ഷേ സിമ്മിൻ്റെ ട്രേ കിട്ടാൻ ടൈം എടുക്കും. അങ്ങനെ അത് കാരണം നമ്മൾ അത് പോയി എടുത്ത് വല്ലാത്ത ഇതായി പോയിട്ടാണ്. കാരണം എങ്ങനെയൊക്കെ നമ്മൾ അവിടെ ഇവിടേക്ക് സഹായിക്കാനൊക്കെ ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടാണ്. ഇന്ന് ഞാനിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നും നമ്മൾ കുറേ പേരൊക്കെ സഹായിച്ചു. കാരണം നമ്മളിതൊന്നും ആരോടും ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്ങനെയൊക്കെയോ ആൾക്കാർ ഇങ്ങാറും നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ്. എന്നാലും അത് വല്ലാത്തൊരു അനുഭവം പോയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി.